ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്. ചാലക്കുടിയിൽ SFI പ്രവർത്തകർ പോലീസ് ജീപ്പ് തകർത്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ജീപ്പ് തകർത്തത്. ITI തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള പ്രകടനം കഴിഞ്ഞാണ് സംഭവം. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എന്തൊക്കെയാണ് ഏറെ വാർത്തകളിൽ തന്നെ വായിക്കുമ്പോൾ തന്നെ വലിയ ആഘാതം തോന്നുന്ന വാർത്തകളാണ്. പോലീസ് ജീപ്പാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ക്രമസമാധാന പാലകരാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വിദ്യ, നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയാണ് ചാലക്കുടിയിൽ ഇന്ന് വൈകിട്ട് നടന്നത്. ഇന്ന് വൈകിട്ട് ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ചാലക്കുടി ITIയിൽ ഇന്ന് ഒരു തെരഞ്ഞെടുപ്പായിരുന്നു, കോളേജ് തെരഞ്ഞെടുപ്പായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ SFI വിജയിക്കുകയും ചെയ്തു. ഈ വിജയത്തിന് ശേഷമുള്ള ആഘോഷ പ്രകടനം കഴിഞ്ഞാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. പോലീസും SFI പ്രവർത്തകരും തമ്മിൽ ആദ്യഘട്ടത്തിൽ വാക്കേറ്റം നടന്നു. ഈ സമയത്ത് ആഘോഷത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെടെ ഈ കോളേജ് ക്യാമ്പസിന് ITI ക്യാമ്പസിന് പുറത്തുണ്ടായിരുന്നു. ഇതിനിടെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി ചില്ല് തകർക്കുകയായിരുന്നു. ജീപ്പിന്റെ മുൻവശത്തെ ചില്ല് പൂർണ്ണമായും തകർത്തു. മാത്രമല്ല, ജീപ്പിന് മുകളിലുണ്ടായിരുന്ന, ആ ദൃശ്യങ്ങളിൽ കാണാം, ജീപ്പിന് മുകളിലുണ്ടായിരുന്ന ബീക്കൺ ലൈറ്റും അതുപോലെ ജീപ്പിന്റെ മുൻവശത്തെ വൈപ്പർ ഉൾപ്പെടെ തകർത്തിട്ടുണ്ട്. ഇതിന് ശേഷം പോലീസ് ദൃശ്യങ്ങൾ പരിശോധിച്ചു. അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഈ ജീപ്പ് തകർത്തത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി നിതിൻ പുലനാണെന്നുള്ള ഒരു നിഗമനത്തിലെത്തി. തുടർന്ന് പോലീസ് നിതിൻ പുലനെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ നിതിൻ പുലനെ പ്രദേശത്തെ പ്രാദേശിക CPM പ്രവർത്തകരുടെ നേതൃത്വത്തിലെത്തി ബലം പ്രയോഗിച്ച് പോലീസിൽ നിന്നും മോചിപ്പിച്ചതിന് ശേഷം ഓട്ടോയിൽ കയറ്റിവിടുകയായിരുന്നെന്ന് പറയുന്നു. എന്തായാലും നിതിൻ പുലനെ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുകയാണ്. നിതിൻ പുലൻ പോലീസിന്റെ കസ്റ്റഡിയിലില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ CPM ഏരിയ നേതാക്കൾ ഉൾപ്പെടെ പ്രദേശത്തെ പ്രകടനം, പോലീസിനെതിരെ മുദ്രാവാക്യം വിളികളുമായി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിതിൻ പുലനെതിരെ പൊതുമുതൽ നശിപ്പിക്കാൻ ഉൾപ്പെടെ കേസെടുത്തിരുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിവരം. എന്തായാലും നിതിൻ പുലനെ തേടിയുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. വൈകാതെ തന്നെ നിതിൻ പുലനെ പിടികൂടുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രദേശത്ത് ഇപ്പോൾ നിലവിലൊരു സംഘർഷാവസ്ഥ ഇറന്നേരം ഉണ്ടായിരുന്നു. CPMന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തി ഇതിനുശേഷം പോലീസിനെതിരെ മുദ്രാവാക്യം വിളികളുമായി പ്രകടനം ഉൾപ്പെടെ നടത്തി വന്നിരുന്നു. എന്തായാലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു. എന്തായാലും ഇതിന് പ്രകോപിതമായ ഒരു കാരണമായി പറയുന്നത് ഈ ഇലക്ഷന് മുന്നോടിയായി ABVP അതുപോലെ തന്നെ SFI ഉൾപ്പെടെയുള്ളവരുടെ ബാനറുകൾ പോലീസ് എടുത്തു മാറ്റിയിരുന്നു. ഇതിലുള്ള ഒരു വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് നയിച്ചതെന്നും പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ മുദ്രാവാക്യം വിളികളും അതുമായി പോലീസുമായി വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് പോലീസിന്റെ ജീപ്പ് തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും നിതിൻ പുലൻ ബ്ലോക്ക് പ്രസിഡന്റ് നിതിൻ പുലനെ ആയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ചാലക്കുടി പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് വിദ്യ. അനീഷ്, ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ക്രമസമാധാന പാലകർക്ക് പോലും സുരക്ഷ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം മാറുന്നു എന്നതൊരു സൂചന തന്നെയാണ്. അപ്പോൾ എന്നിട്ട് പോലും ഈ ഒരു വ്യക്തിയെ, നിതിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമായിരിക്കില്ലല്ലോ, അദ്ദേഹത്തിന് പിന്നിൽ ഒരുപാട് വ്യക്തികൾ കൂടി ചേർന്നിട്ടുണ്ടാവില്ലേ? അവർ ആരെയും ഇത്തരത്തിലൊന്ന് കസ്റ്റഡിയിൽ എടുക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ ഒന്നും പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് വിദ്യ. ഈ സംഭവം നടക്കുമ്പോൾ ചാലക്കുടി സ്റ്റേഷനിലെ ചുരുക്കം പോലീസുകാർ മാത്രമാണ് ഈ സ്ഥലത്ത്, ഈ ചാലക്കുടി ITIക്ക് സമീപത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും കൂടുതൽ പോലീസ് വരുമെന്നാണ് എത്തുമെന്നാണ് അറിയിക്കഴിഞ്ഞത്. എന്തായാലും പോലീസ് ജീപ്പ് തകർത്ത ഒരു സംഭവം മാത്രമല്ല, ഈ തകർത്ത ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചവർക്ക് ഉൾപ്പെടെ എതിരെ കേസ് വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ പോലീസ് തന്നെ എത്തി. എന്തായാലും കണ്ടാലറിയാവുന്ന CPM പ്രാദേശിക നേതാക്കൾക്ക് എതിരെ ഉൾപ്പെടെ പോലീസ് കേസെടുക്കും. കാരണം പോലീസ് ജീപ്പ് തകർക്കുന്നത് മാത്രമല്ല കുറ്റകരം, കാരണം കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയെ സംഘം ചേർന്ന് എത്തി മോചിപ്പിക്കുക എന്നതും കുറ്റകരമായ ഒരു കാര്യം തന്നെയാണ്. പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുക, പൊതുമുതൽ നശിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്ത് ഇവർക്കെതിരെ കേസെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിദ്യ. ശരി അനീഷ്, വ്യക്തമാണ്. ചാലക്കുടിയിൽ SFI പ്രവർത്തകർ പോലീസ് ജീപ്പ് തകർത്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ജീപ്പ് തകർത്തത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയെ കസ്റ്റഡിയിലെടുത്ത പോലീസിന്റെ പക്കൽ നിന്നും നേതാക്കളെത്തി ഇദ്ദേഹത്തെ മോചിപ്പിച്ച് മറ്റൊരു വണ്ടിയിൽ കയറ്റി വിട്ടു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ITI തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള പ്രകടനം കഴിഞ്ഞുള്ള സംഭവങ്ങളാണ് ഇത്തരത്തിലൊരു ഞെട്ടലുളവാക്കുന്ന സംഭവത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ചേർന്നത് അനീഷ് ആന്റണി.